ാർഹമായ തിളക്കം നൽകുന്നത്. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് 60 ആണ്ട് തികയുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. നേട്ടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. വജ്ര കേരളത്തിലൂടെ മുന്നേറുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന ഈ പരിശ്രമങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീയുടെ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും റവന്യൂ മിനിസ്റ്ററും ഒക്കെ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുകയാണ്. 57 മുതൽ ചൂഷണത്തിന് എതിരായും അതുപോലെ തന്നെ യാഥാസ്ഥിതിത്വത്തിന് എതിരായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനവുമൊക്കെ ഈ കേരളത്തിൻ്റെ 60 ആണ്ടുകളുടെ ഉള്ളിൽ വഹിച്ച പങ്കും അതിൻ്റെ ചരിത്രവും ഒക്കെ ഇവിടെ പ്രതിപാദിച്ചു. സർ അതൊക്കെ അതിനോടൊക്കെ വളരെയധികം യോജിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവും അതിനെ തുടർന്നു വന്ന നിരവധി നേതാക്കന്മാരും ഒക്കെ കേരളത്തിലും അതിൻ്റേതായ ഇടപെടലുകളുമായി ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ശ്രീ ചന്ദ്രശേഖരൻ പിന്നീട് പറഞ്ഞതുപോലെയൊക്കെ കേരളത്തിലും ചൂഷണത്തിന് എതിരായും അതേപോലെ തന്നെ ജന്മിത്വ നാടുവാഴി സമ്പ്രദായങ്ങൾക്കെതിരായും ദാരിദ്ര്യത്തിനെതിരായും ഒക്കെ ഉള്ള പോരാട്ടങ്ങൾ അനവധി ഉണ്ടായി. അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ആധുനിക കേരളത്തിൽ 60 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ സർ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്ത് അവശ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നടന്ന മറ്റൊരു പ്രവർത്തനം. അവിടെ ഉൽപ്പതിഷ്ണുക്കളായ നിരവധി പുരോഗമന ചിന്താഗതിക്കാരായ മതവിശ്വാസമൊക്കെ ഉള്ള തങ്ങന്മാർ മതപണ്ഡിതന്മാർ അങ്ങനെയുള്ള ആളുകൾ വിദ്യാഭ്യാസം തന്നെ വേണ്ട, ഇംഗ്ലീഷുകാരൻ്റെ വിദ്യാഭ്യാസം തന്നെ വേണ്ട, വിദ്യാഭ്യാസവും പുരോഗതിയും ബാക്കിയുള്ളതും ഒക്കെ ആവശ്യമില്ലാത്തതാണ് യാഥാസ്ഥികത്വം നിലപാടെടുത്ത് ഒരു വിഭാഗം ജനങ്ങൾ നിന്നപ്പോൾ അതിനെതിരായി ഉൽപ്പതിഷ്ണുക്കളായ ഒരുപാട് നേതാക്കന്മാർ രംഗത്ത് വന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രവർത്തനമുണ്ട്. അത് സർ ബാഫക്തങ്ങൾ അതുപോലെ തന്നെ ശാബ്ദങ്ങളൊക്കെ അതിൻ്റെ ഒരു ആദ്യത്തെയും അവസാനത്തെയും ഒക്കെ കണ്ണിയായി വരുന്നു. ഞാൻ ലീഗിൻ്റെ രാഷ്ട്രീയമൊന്നും പറയല്ല, പക്ഷേ നമ്മൾ കാണണം ആ പ്രവർത്തനങ്ങൾ. സർ CD സാഹിബും അതുപോലെ തന്നെ CHും MLA ചടയനും ഒക്കെ അന്ന് കേരളത്തിൽ നടത്തിയ പ്രവർത്തനം സർ ഇന്ന് ഉത്തരേന്ത്യയിലോ കാണുന്ന തരത്തിലുള്ള ഒരു ബാക്ക്വേഡ് ന്യൂനപക്ഷ ബാക്ക്വേഡ് മൂവ്മെൻറ്റാണ്. ആ ന്യൂനപക്ഷ ബാക്ക്വേഡ് മൂവ്മെൻറ്റിൻ്റെ ഫലം എന്തായിരുന്നു, അന്നത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വേണം, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, LP സ്കൂളും ബാക്കിയുള്ളതും എഴുതാനും വായിക്കാനും ഒക്കെ അറിയണം. അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നൊരു സമയമുണ്ടായി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വാണപ്പോൾ അവിടെയൊക്കെ ബ്രിട്ടീഷുകാരും ജന്മിമാരും കൂടി ചേർന്ന് നിയമസഭയിൽ കേരള പിറവി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനം ചേരുകയാണ്. സഭയിൽ നിന്നുള്ള തത്സമയ സംരക്ഷണത്തിലേക്ക്. പക്ഷേ സർ നമ്മൾ വളരെ ഗുരുതരമായ
2-3 പ്രശ്നങ്ങളുണ്ട്. സർ, ഗവൺമെൻറ് നിങ്ങളുടേതാണ്, പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷത്താണ്, സഹകരിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മൾ യൂറോപ്പിൽ മരുഭൂമി ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ മരുഭൂമി ആവുമോ? കാലാവസ്ഥയിൽ വമ്പിച്ച വ്യതിയാനമുണ്ട്. സർ, നിയമസഭ ആലോചിക്കേണ്ട വിഷയം, നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ട വിഷയമാണ്. 60 ആണ്ട് തേക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സർ, വേസ്റ്റ് ഞങ്ങൾ ഒരു അശ്രാന്ത പരിശ്രമം ചെയ്തു. ഞാനൊരു അല്പസമയം വകുപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അശ്രാന്ത പരിശ്രമം. പക്ഷേ എവിടെയും ഒരു മാലിന്യ പ്ലാന്റ് ഇടാനോ ആധുനികത ഉണ്ടാക്കാനോ കേരളത്തിൽ ആരും സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്താ വഴി? വളരെ സീരിയസ് ആയിട്ട് വേസ്റ്റ് കൊണ്ട് നിറയുകയാണ്. എല്ലാ കുടിവെള്ളവും മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നിയമം പാസ്സാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇതിനൊരു സൊല്യൂഷൻ വേണം. അതേപോലെ തന്നെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് സർ. പിന്നെ ഇവിടെ നമുക്ക് എക്കണോമി നന്നാവണ്ടേ? എക്കണോമി നന്നാവണം എന്നുണ്ടെങ്കിൽ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? IT, ടൂറിസം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ചില മേഖലകളുണ്ട്. ആ മേഖലകൾ ഒന്ന് വേർതിരിച്ച് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? എല്ലായ്പ്പോഴും ഗൾഫുണ്ടാവുമോ? ഗൾഫ് തീർന്നുകൊണ്ടിരിക്കുകയാണ് സർ. ഗൾഫിൽ സ്വദേശിവൽക്കരണം ചെറുതായി കാണണ്ട സർ. ഞാൻ 2 മിനിറ്റ് എടുക്കുന്നു, കുഴപ്പമില്ല. സ്വദേശിവൽക്കരണം ചെറുതായി കാണണ്ട, അതിശീഘ്രം പോവുകയാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ എല്ലാ രംഗത്തേക്കും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും വരികയാണ്. അവർക്ക് വരുമാനമില്ലാഞ്ഞാൽ അവർ നിർത്തുമ്പോൾ സർ, നമ്മൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ വളരെ അഭിമാനം കൊണ്ടു. ഇടയ്ക്ക് ഗൾഫും കൂടി വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര അഭിമാനത്തോടു കൂടി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു. ഗൾഫ് മാത്രമല്ല, വിദേശത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ മലയാളി എവിടെയെങ്കിലും പോയി ഉപജീവനത്തിന് കാണിക്കുന്ന അശ്രാന്ത പരിശ്രമം കൂടി ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ അഭിമാനകരമായ സംഗതി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അടയുന്നുണ്ട്. അതും ഒരു സീരിയസ് ഇഷ്യൂ ആണ് സർ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട സമയമായി. സീരിയസ് ആയി ക്യാമറിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള നിലയിൽ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളൊരു സ്വഭാവം അതാണ് എനിക്ക് തോന്നുന്നു. ക്യാമറിൻ്റെ മുമ്പിലാണ്, അപ്പോൾ സാധാരണക്കാർ കാണുമ്പോൾ അവനനുസരിച്ച് വർത്തമാനം പറയണം എന്നുള്ള ഒരു ഉപബോധ മനസ്സിൽ ഇതുണ്ട്. പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിന് കൂട്ടായി ഉള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഈ 60 ആണ്ടിൽ റിവ്യൂ നടത്തുമ്പോൾ പ്രേരണ വരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റേതായ പങ്കുവയ്ക്കാൻ നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, കോൺഗ്രസ്സുകാർ, ഈ 3 നേതാക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വികസനപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഒരു സംസ്ഥാനമായി കേരളത്തിൽ മാറി. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുക്കൾ, അതുപോലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ വളരെ നല്ല നിലയിൽ തന്നെ അവർ പ്രവർത്തിച്ചു വരികയും മതപരമായ ഐക്യം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു സ്റ്റേറ്റാണ് കേരളവും. അതുപോലെ ഇന്ത്യയിലെ മറ്റു പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പാഠമാണ്. ലോകത്തിൻ്റെ മുമ്പാകെ നമ്മളെപ്പോലെ വിവിധ മതക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമില്ല. എന്നിട്ട് നമ്മൾ ഐക്യത്തിൽ ജീവിക്കും. ഏതെങ്കിലും ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ മതപരമായ ഐക്യത്തെയും രാജ്യത്തിൻ്റെ സമാധാനത്തെയും
കഴിഞ്ഞ കാലത്തുള്ള അനുഭവങ്ങൾ ബോധ്യപ്പെട്ടത് നമ്മൾ അല്ലാതെ കണ്ട് മനുഷ്യൻ്റെ ഈ ദൊരയുടെ ഫലമായി അവൻ്റെ ആ ക്രൂരതയുടെ ഫലമായി പരസ്പരം ആളുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ലാത്ത കേരളത്തെ പറ്റി രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ മറ്റ് ബഹുമാനപ്പെട്ടവർ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാറ്റിനോടും യോജിച്ചുകൊണ്ട് ഞാൻ സർ, ഇവിടെ പൊതുവായി ഇന്ന് ഉയർന്ന ഈ അഭിപ്രായത്തോട് സഭ പൊതുവായി പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. സർ, ഇന്നിവിടെ കേരളത്തിൻ്റെ 60 വർഷങ്ങൾ ക്രിയാത്മകമായ മാറ്റത്തിൻ്റെയും സാമൂഹിക മുന്നേറ്റത്തിൻ്റെയും നാളുകളായിരുന്നു. സർ, രാജഭരണത്തിൽ നിന്നും കോളനി സാമ്രാജ്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം അത് ഒരുപാട് ത്യാഗങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ധീരകഥകളുടെ പശ്ചാത്തലത്തിലാണ്. ആ പൂർവികരെ നമുക്ക് ഈ സന്ദർഭത്തിൽ സ്മരിക്കാം. സർ, ഐക്യ കേരളം രൂപീകൃതമായി 6 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോൾ
കോട്ടങ്ങളുടെ ഇടയിലും മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. സർ, കാളവണ്ടിയിൽ നിന്ന് അതിവേഗ മെട്രോ റെയിലിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. വേഗത പുൽകുന്ന മലയാളി സമൂഹത്തെയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. സർ, എന്നാൽ ഈ വേഗത ഇന്ന് എല്ലാ തലങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്, വ്യക്തിഗത ജീവിതത്തിലേക്ക് വരെ. സർ, ആദ്യം എന്ന ചിന്ത നമ്മളിലെ നല്ല മൂല്യങ്ങളെ തകർത്ത് കളഞ്ഞു എന്ന സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. പത്രങ്ങളിൽ നിന്ന് ലോകത്തെയും രാജ്യത്തെയും അറിഞ്ഞിരുന്ന മലയാളി ഇന്ന് നവമാധ്യമത്തിൻ്റെ കാലഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിൻ്റെ ശരിതെറ്റുകൾ അറിയുന്നതിന് മുമ്പ് അതിനെ പുൽകിയ ഒരു സമൂഹത്തെ ഇന്ന് നമ്മൾ കാണുകയാണ്. സർ, ലോകത്ത് എല്ലായിടത്തും മലയാളി സാന്നിധ്യമുണ്ട്. പ്രവാസികൾ ആയ മലയാളികൾ സർ അധ്വാനിക്കുവാനുള്ള. നിയമസഭയിൽ ഇപ്പോൾ കെ എം മാണി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. അന്ന് സെൻറ് തോമസ് ഹൈസ്കൂളിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ ഒരു സംഘം വിദ്യാർത്ഥികൾ പൊൻകുന്നത്തടുത്തുള്ള കൂരാലിയിൽ മഞ്ഞപ്പള്ളി രാമകൃഷ്ണപിള്ള നടത്തിയ ഒരു വിദ്യാലയം അത് തുറന്ന് പ്രവർത്തിക്കുക, അത് അടപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങോട്ട് ജാഥയായി ചെന്ന് ആ സ്കൂളൊക്കെ അടപ്പിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു വാർത്ത കേട്ടത്. തിരുവിതാംകൂറിന് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ സന്തോഷകരമായ ഒരു വാർത്തയില്ല. ഞാൻ ആ സന്ദർഭം ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പൂർവ്വകാല സ്മരണകൾ എൻ്റെ മനസ്സിൽ കൂടെ വരികയാണ്. തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യം 49 നവംബർ 26 ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ സ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ നവംബർ 26 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കി. 50 ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് നിലവിൽ വന്നു. ബഹുമാനപ്പെട്ട ഫൈസൽ അലി ചെയർമാനായും സർദാർ കെ എം പണിക്കർ, ഹൃദയനാഥ് കുൻസ്ര എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ അന്ന് നിയമിക്കപ്പെടുകയുണ്ടായി. 56 ഇന്ത്യ സംസ്ഥാന പുനഃസംഘടനാ നിയമം ആണ് ഐക്യകേരളം യാഥാർത്ഥ്യമാക്കിയത്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ 4 താലൂക്കുകളും ചെങ്കോട്ടയുടെ ഒരു ഭാഗവും മദ്രാശി സംസ്ഥാനത്തിലേക്ക് പോയി. മലബാറും കാസർഗോഡ് താലൂക്കുകളും TCയോടുകൂടി കൂട്ടിച്ചേർത്തു. പക്ഷേ നമുക്ക് തോവാളം, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം താലൂക്കുകളാണ് നമുക്ക് പോയി. കന്യാകുമാരി നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. 56 നവംബർ 1 ശ്രീചിത്ര തിരുനാൾ രാജപ്രമുഖ സ്ഥാനത്തൊന്നും വിരമിച്ചു. രാഘവാചാരി ചീഫ് സെക്രട്ടറിയായി നിയമിതനായി. 56 കേരള ജനറൽ ഇലക്ഷൻ വന്നു. ഐക്യകേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ശ്രീ EMS സ്ഥാനമേറ്റു. 60 വർഷത്തിനിടയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ആഭ്യന്തര ഉൽപ്പാദനം 380 കോടിയിൽ നിന്ന് 5,20,00,000 കോടിയിലെത്തി. പെർ ക്യാപിറ്റ ഇൻകം 280 രൂപയിൽ നിന്ന് 1.5 ലക്ഷം രൂപയായി വർദ്ധിച്ചു. ഐക്യകേരളത്തോടെ സംസ്ഥാനത്തിൻ്റെ വിസ്തൃതി വലുതായി, വൻ നേട്ടങ്ങൾ കൊയ്തെടുത്തു. പക്ഷെ സ്പിരിറ്റിൽ ഐക്യകേരളം ഇനിയും പിറക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് നമുക്ക് ഐക്യകേരളം എന്ന് പറയുന്നെങ്കിലും ഐക്യമുണ്ടോ നമ്മുടെ ഇടയിൽ, ജനസമൂഹത്തിനിടയിൽ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വളരെ വ്യസനത്തോടു കൂടി പറയട്ടെ, മതം, ജാതി, രാഷ്ട്രീയ കക്ഷി ചിന്തകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നാം നിൽക്കുകയാണ്. ഫണ്ടമെൻ്റലിസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശത്രു. മതമൗലികവാദം. മതമൊക്കെ ആവശ്യമാണ്. മതത്തിൻ്റെ പേരിലുള്ള മൗലിക ചിന്തകൾ, മൗലികവാദം, അത് ഒരു മതഭ്രാന്ത്, അത് നമ്മളെ നശിപ്പിക്കുന്നു. നമ്മൾ